Have you heard this term separation of powers? What is separation of powers? Exactly, separation between different organs of a government. Okay, so ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള വ്യത്യാസം വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ആശയം ഈസ് വാട്ട് മീൻ ബൈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഈ തിയറി പ്രകാരം പറയുന്നു, ഫസ്റ്റ് പോയിന്റ് പറയുന്നു, ദി സെയിം പേഴ്സൺ ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് മോർ ദാൻ വൺ ഓഫ് ദി 3 ഓർഗൻസ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നു. വിച്ച് മീൻസ് ഒരാൾ ലെജിസ്ലേച്ചറിൽ അംഗമാണെങ്കിൽ പുള്ളി മന്ത്രിയാകാൻ പാടില്ലെന്ന് പറയുന്നു, ജഡ്ജാകാൻ പാടില്ലെന്ന് പറയുന്നു. ഒരു വ്യക്തി സുപ്രീം കോടതി ജഡ്ജാണെങ്കിൽ പുള്ളി ആ സമയം MP ആകാൻ പാടില്ലെന്ന് പറയുന്നു, മന്ത്രിയാകാൻ പാടില്ലെന്ന് പറയുന്നു. ഒരേ സമയം ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ ഓർഗണിലെ മെമ്പറാകാൻ പാടില്ല എന്ന് പറയുന്നു. ഇതാണ് തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സിൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഇന്ത്യയിൽ ഈ തിയറി ഫുള്ളി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മുടെ മിനിസ്റ്റേഴ്സ് ആരും കൂടിയാണ്? MP കൂടിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന നമ്മുടെ നരേന്ദ്രമോദി ആരും കൂടിയാണ്? ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് കൂടിയാണ്. നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ആരും കൂടിയാണ്? ഒരു MLA കൂടിയാണ്. സോ ഇൻ ഇന്ത്യ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ആരും കൂടിയാണ്? മെമ്പേഴ്സ് കൂടിയാണ്. നമ്മുടെ എല്ലാ കേന്ദ്രമന്ത്രിമാർ ആരും കൂടിയായിരിക്കും? ഒന്നെങ്കിൽ ലോക്സഭ MP അല്ലെങ്കിൽ രാജ്യസഭ MP ആയിരിക്കും. നമ്മുടെ എല്ലാ സംസ്ഥാന മന്ത്രിമാരും ആരും കൂടിയായിരിക്കും? ഒന്നെങ്കിൽ MLA ആയിരിക്കും അല്ലെങ്കിൽ MLC ആയിരിക്കും. വാട്ട് ഈസ് MLC? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എവിടെയൊക്കെ കൗൺസിൽ ഉണ്ട് നമ്മുടെ രാജ്യത്ത്? കർണാടക, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ ആൻഡ് തെലുങ്കാന അല്ലേ? ഇവിടെ ആരെടുത്തും എന്തുണ്ട്? ബൈക്യാമറലാണ്. വാട്ട് ഈസ് ബൈക്യാമറൽ? ഹാവിങ് 2 ഹൗസസ്. ഏതൊക്കെയാണ് 2 ഹൗസസ്? അസംബ്ലിയും കൗൺസിലും. സോ ഫോർ എക്സാമ്പിൾ, ഒരു കർണാടകയിലെ മന്ത്രി അസംബ്ലി മെമ്പറോ ആകാം, കൗൺസിൽ മെമ്പറോ ആകാവുന്നതാണ്. അൾട്ടിമേറ്റ്ലി പുള്ളിയും എന്ത് തന്നെയാണ്? ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ ആണ്. സോ ഇന്ത്യയിൽ നമ്മൾ ഈ തിയറി എന്ത് ചെയ്യുന്നില്ല? ഫുള്ളി നടപ്പിലാക്കപ്പെടുന്നില്ല. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നു, വൺ ഓർഗൻ ഓഫ് ദി ഗവൺമെൻറ് ഷുഡ് നോട്ട് കൺട്രോൾ ഓർ ഇൻ്റർഫിയർ വിത്ത് ദി ഫങ്ഷൻ ഓഫ് അതർ എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഓർഗൻ മറ്റേ ഓർഗനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നമ്മുടെ ലോക്സഭയ്ക്കകത്ത് ഒരു അവിശ്വാസ പ്രമേയം വരികയാണെങ്കിൽ നമുക്ക് ആരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? സർക്കാരിനെ പുറത്താക്കാൻ തന്നെ സാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ആർക്ക് കൺട്രോൾ ചെയ്യാൻ സാധ്യമാണ്? ലെജിസ്ലേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യമാണ് അല്ലേ? നിങ്ങൾ സഭയ്ക്കകത്ത് ചോദ്യോത്തരവേള എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് സാധനം? ക്വസ്റ്റ്യൻ അവർ. എന്താ സംഭവം? മെമ്പേഴ്സ് ചോദ്യം ചോദിക്കും, മന്ത്രിമാർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. സോ മന്ത്രിമാരെ ആര് കൺട്രോൾ ചെയ്യുന്നു? ലെജിസ്ലേച്ചർ കൺട്രോൾ ചെയ്യുന്നു അല്ലേ? BD സതീശൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രി ഉത്തരം പറയുന്നു. രാഹുൽ ഗാന്ധി ചോദിക്കുന്നു, വേണ്ടപ്പെട്ട മന്ത്രി എന്ത് ചെയ്യുന്നു? ഉത്തരം പറയുന്നു. ഈ മന്ത്രിമാർ ആര് കൺട്രോളിലാക്കുന്നുണ്ട്? ലെജിസ്ലേച്ചർ കൺട്രോളിലാക്കുന്നുണ്ട് അല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫുള്ളി നടപ്പിലാക്കപ്പെടുന്നില്ല ഇന്ത്യയിൽ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നു, വൺ ഓർഗൻ ഓഫ് ദി ഗവൺമെൻറ് ഷുഡ് നോട്ട് എക്സൈസ് ദി ഫങ്ഷൻ ഓഫ് അതർ എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? വൺ ഓർഗൻ ഓഫ് ദി ഗവൺമെൻറ് ഷുഡ് നോട്ട് എക്സൈസ് ഓർ ഡ്യൂ ദി ഡ്യൂട്ടി ഓഫ് ദി അതർ ഓർഗൻ എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം ഒരാളുടെ പണി എക്സാക്ട്ലി വേറെ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇന്ത്യയിൽ എങ്ങനെയാണോ? അല്ല എങ്കിൽ എന്തുകൊണ്ട്? ആണ് എങ്കിൽ എന്തുകൊണ്ട്? ഒന്ന് ഉറപ്പിക്കുക, ഏതാണ്? അല്ല. ഓക്കെ, അത് ഒരാൾ ഡ്യൂട്ടി മറ്റേ ആൾ ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ട്. എവിടെ? ശരിയാണ്. പിന്നെ
പറ്റില്ല. പറ്റില്ല. ഹാവ് യു ഹെഡ് ഓർഡിനൻസ്? വാട്ട് ഈസ് ഓർഡിനൻസ്? പെട്ടെന്നുള്ള ഉത്തരവോ? ഇത് എപ്പോൾ, ആര്, എങ്ങനെ കൊണ്ടുവരുന്നു? ആദ്യം എന്താണെന്ന് പറയുക, പിന്നെ എപ്പോൾ, ആര്, എങ്ങനെ കൊണ്ടുവരുന്നു എന്ന് പറയുക. അടിയന്തര നിയമം 6 മാസത്തേക്ക്. പിന്നെ ശരിയാണ്. whenever legislature is not in session. എക്സാമ്പിൾ, നമ്മുടെ പാർലമെന്റ് സെഷനിൽ അല്ല എന്ന് വിചാരിക്കുക. വാട്ട് ഈസ് മീൻ ബൈ സെഷൻ? സഭ കൂടുന്ന ഇക്വാളിറ്റി സെഷൻ അല്ലേ? അപ്പോൾ നമ്മുടെ പാർലമെന്റ് സഭ കൂടാത്ത സമയത്താണെങ്കിൽ നമുക്കൊരു അടിയന്തര നിയമത്തിൻ്റെ ആവശ്യകത വരികയാണെങ്കിൽ നോർമലി ലോ മേക്കേണ്ടത് ആരായിരുന്നു? പാർലമെന്റ് ആണ്. അവരെന്ത് ഫങ്ഷനിലാണോ? അല്ല. നമുക്കൊരു നിയമത്തിൻ്റെ ആവശ്യകത മുട്ടി നിൽക്കുകയാണ്. അപ്പം ആ ഒരു വാക്വം പ്രിവെന്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് രാഷ്ട്രപതിക്ക് ഒരു നിയമം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ലെജിസ്ലേച്ചറിൻ്റെ അഭാവത്തിൽ ഒരു അടിയന്തര നിയമത്തിൻ്റെ ആവശ്യകത വരികയാണെങ്കിൽ ആ ലെജിസ്ലേച്ചറിൻ്റെ വാക്വം പ്രിവെന്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നോർമലി ലോ മേക്കേണ്ട പാർലമെന്റ് സെഷനിൽ അല്ലാത്തത് കൊണ്ട് അടിയന്തര നിയമം ആർക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്? രാഷ്ട്രപതി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. രാഷ്ട്രപതി മെമ്പർ ഓഫ് ദി പാർലമെന്റ് ആണോ? അല്ല. പുള്ളി എന്ത് മാത്രമാണ്? എക്സിക്യൂട്ടീവ് മാത്രമാണ്. അങ്ങനെ ചില സമയത്ത് നമ്മുടെ ഭരണഘടനാ പ്രകാരം എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യുന്നു? ലോ മേക്ക് ചെയ്യുന്നു. അത്തരം ലോ ഈസ് വാട്ട് മീൻ ബൈ ഓർഡിനൻസ്. ഇപ്പൊ ശരിക്കും ലോ മേക്കേണ്ടത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം പാർലമെന്റ് ആണ്. അതിൽ പ്രത്യേക സാഹചര്യം വന്നതുകൊണ്ട് നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നു എക്സിക്യൂട്ടീവ് രാഷ്ട്രപതിക്ക് ലോ മേക്ക് ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഈ തിയറിയും ഫുള്ളി ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നില്ല. ഓർഡിനൻസ് എന്താണെന്ന് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? സേ നമ്മുടെ കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സെഷനിലല്ല എന്ന് വിചാരിക്കുക. ഒരു അടിയന്തര നിയമത്തിൻ്റെ ആവശ്യകത വന്നു. അപ്പോൾ അസംബ്ലി ഇല്ലല്ലോ. അപ്പോൾ താൽക്കാലിക ലോ മേക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭരണഘടന ആരെ ചുമതലപ്പെടുത്തുന്നു? ഗവർണറെ ചുമതലപ്പെടുത്തുന്നു ഫോർ ക്രിയേറ്റിംഗ് ലോ. ദിസ് ലോ ഈസ് വാട്ട് മീൻ ബൈ ഓർഡിനൻസ്. സോ ലെജിസ്ലേച്ചറിൻ്റെ അഭാവത്തിൽ ഒരു അടിയന്തര നിയമത്തിൻ്റെ ആവശ്യകത വരികയാണെങ്കിൽ ലെജിസ്ലേച്ചർ ഇല്ലാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതിക്ക് കേന്ദ്രത്തിന് വേണ്ടിയും ഗവർണർക്ക് സംസ്ഥാനത്തിന് വേണ്ടിയും നിയമനിർമ്മാണം നടത്താവുന്നതാണ്. അത്തരം നിയമം ഈസ് വാട്ട് മീൻ ബൈ ഓർഡിനൻസ്. സോ തിങ് ഈസ് ദാറ്റ് ഇവിടെ ലോ മേക്ക് ചെയ്ത് ആരാണ്? എക്സിക്യൂട്ടീവ്സ് ആണ്. ഒരു ഓർഗൺ മറ്റേ ആൾക്കാരെ പണി ചെയ്യാൻ പാടില്ല എന്ന് ഈ തിയറി പറയുന്നു. നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ടോ? സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല. സോ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു തിയറി നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല. ഫോളോ ചെയ്യുന്നേ ഇല്ല എന്ന് പറയരുത്. സ്ട്രിക്ട്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സ്ട്രിക്ട്ലി എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല. കുറേയൊക്കെ ബോറോഡാണ്. പക്ഷെ എന്ത് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ours does not follow strictly this concept of separation of powers. See, separation of powers, see ഈ 3 പോയിന്റ്സ് മനസ്സിലായോ? സെപ്പറേഷൻ ഓഫ് പവേഴ്സിൻ്റെ ആവശ്യകത എന്താണ്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന ആശയത്തിൻ്റെ ആവശ്യകത എന്താണ്? ശരി തന്നെയാണ്. എക്സാമ്പിൾ, എക്സാക്ട്ലി. എക്സാക്ട്ലി നമുക്ക് അതോറിറ്റേറിയനിസം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം മൊണാർക്കി എടുത്തോളൂ, പോട്ടെ, നമ്മുടെ ബാഹുബലി എടുത്തോളൂ. മകിഴ്മതി സാമ്രാജ്യത്തിൽ ലോ മേക്ക് ചെയ്യുന്ന ആരാണ്? രാജമാതയും ബല്ലാദേവനും അല്ലേ? ലോ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആരാണ്? രാജമാതയും ബല്ലാദേവനും. ജഡ്ജും ആര് തന്നെയാണ്? രാജമാതയും ബല്ലാദേവൻ തന്നെ. വാട്ട് ഹാപ്പൻ? ദേ ബിക്കം മച്ച് മോർ അതോറിറ്റേറിയൻ അല്ലേ? അവർക്ക് തോന്നിയ പോലെ ലോ മേക്ക് ചെയ്യാൻ സാധിക്കുന്നു, തോന്നിയ പോലെ നടപ്പിലാക്കാൻ സാധിക്കുന്നു. ആരെങ്കിലും പരാതി കൊണ്ട് പോവുകയാണെങ്കിൽ ഇവരെന്നെ എന്ത് ചെയ്യുന്നു? കേസ് വിധിയൊക്കെ തീരുമാനിക്കുന്നു. ദാറ്റ്സ് വൈ ഇൻ മൊണാർക്കി കിങ് ഈസ് ബിക്കമിങ് മച്ച് മോർ അതോറിറ്റേറിയൻ. ആ ജനങ്ങൾക്ക് നല്ലതാണോ? ഒരിക്കലുമല്ല. അവിടെ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വി ഹാവ് ദിസ് ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അതിലെന്ത് പറയുന്നു? ലോ മേക്കിംഗ് നിങ്ങൾ മാത്രം ചെയ്താൽ മതി, ഇംപ്ലിമെൻറ്റേഷൻ നിങ്ങൾ ചെയ്താൽ മതി, അഡ്ജുഡിക്കേഷൻ നിങ്ങൾ ചെയ്താൽ എന്ന് പറയുന്നു.
ഇതാണ് ഈ കൺസെപ്റ്റിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ബട്ട് എന്നിരുന്നാൽ പോലും ഇന്ത്യയിൽ ഇത് നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല. നാളെ ആരും എന്നോട് വന്നിട്ട് ഒരിക്കലും ഫോളോ ചെയ്യുന്നില്ലെന്ന് പറയരുത്. ഇന്ത്യ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല, കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. വൈ? നമ്മൾ എന്തുകൊണ്ട് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. യെസ്, അബ്യൂസ് ഓഫ് പവർ. കുറച്ച് ലൗഡർ ആയിട്ട് പറയാവോ? എങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ അവരുടെ മണ്ടയ്ക്ക് മറ്റാൾക്കാർക്ക് കൺട്രോൾ ഉണ്ടാകില്ലെന്ന് പറയുന്നു. ഒരു അതോറിറ്റി വേണമെങ്കിൽ വളരെ പവർഫുൾ ആകാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു, അല്ലേ? എക്സാക്ട്ലി, ദാറ്റ്സ് എ വാലിഡ് പോയിന്റ്. ദി മെയിൻ റീസൺ ഈസ് വി ആർ ഹാവിങ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അവിടെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്തേ മതിയാകും, കുറച്ചൊക്കെ ലംഘിച്ചേ മതിയാകൂ. കാരണം എന്താണ്, നമ്മുടെ മന്ത്രിമാർ ആരും കൂടി ആയേ മതിയാകും, മെമ്പറും കൂടി ആയേ മതിയാകും. സിൻസ് വി ആർ ഹാവിങ് എ റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഒരു എക്സിക്യൂട്ടീവിനെ പുറത്താക്കാൻ ആർക്ക് അധികാരം ഉണ്ടായിരിക്കണം? ലെജിസ്ലേച്ചറിന് അധികാരം ഉണ്ടായിരിക്കണം. സോ ഇന്ത്യയിൽ പാർലമെന്ററി സംവിധാനം ആയതുകൊണ്ടാണ് വി സ്ട്രിക്ട്ലി ഡസ് നോട്ട് ഫോളോ കൺസെപ്റ്റ് ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ക്ലിയർ? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്താണെന്ന് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട് ഇന്ത്യയിൽ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല എന്നും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. നമ്മുടെ നാട്ടിൽ പാർലമെന്ററി ഗവൺമെന്റ് സംവിധാനം ആയതുകൊണ്ടാണ് നമുക്ക് ഈ തിയറീസിൻ്റെ 3 പോയിന്റ്സും സ്ട്രിക്ട്ലി നടപ്പിലാക്കാൻ സാധ്യമാകാത്തത്. എന്തുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ, ഒരു രാജ്യത്ത് പാർലമെന്ററി ഗവൺമെന്റ് ആണ് എങ്കിൽ ആ പ്രധാനമന്ത്രി മസ്റ്റായിട്ടും ഒരു MP ആയേ മതിയാകൂ. ആ മുഖ്യമന്ത്രി മസ്റ്റായിട്ടും ഒരു MLAയോ ഒരു MLCയോ ആയേ മതിയാകൂ. അത്തരം ഭരണ സംവിധാനമുള്ള രാജ്യങ്ങളിൽ എക്സിക്യൂട്ടീവ്സ് മസ്റ്റായിട്ടും ലെജിസ്ലേച്ചർ അംഗമായേ മതിയാകൂ. ആ എക്സിക്യൂട്ടീവ്സിനെ മസ്റ്റായിട്ടും ലെജിസ്ലേച്ചർ കൺട്രോൾ ചെയ്തേ മതിയാകൂ. അതാണ് പാർലമെന്ററി ഗവൺമെന്റ് അടിസ്ഥാനപരമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. That's why in India we strictly does not follow separation of powers. ഓവർലാപ്പിംഗ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ടെന്ന് മാത്രം.